സുബ്ഹാനല്ലാഹി വബിഹംദിഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഏറ്റവും മഹത്വമുള്ള അദ്കാറുകൾ എണ്ണിയ കൂട്ടത്തിൽ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ദിക്റാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. ചൊല്ലാൻ വളരെ എളുപ്പമുള്ള എന്ന് ചൊല്ലിയ സുബ്ഹാനല്ലാഹി വബിഹംദിഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ആ ഹദീസുകളിൽ തന്നെ നമുക്ക് എമ്പാടും കാണാൻ കഴിയും. ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം എന്ന് പറയുന്ന അപകടം കടന്നു വരാതിരിക്കാൻ, അതുപോലെ തന്നെ മുസീബാത്തുകളിൽ നിന്നും കാവൽ ലഭിക്കാൻ, നമ്മളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, കാൽനടയായി യാത്ര ചെയ്യുന്നവരാണ്, പല സ്ഥലങ്ങളിലേക്കും പോകുന്നവരും വരുന്നവരുമാണ്. ഈ വേളകളിലൊക്കെ കാവൽ ലഭിക്കാൻ, അതുപോലെ തന്നെ ജനങ്ങൾ അറയ്ക്കുന്ന വെറുക്കുന്ന സകല മാരക രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ, ഭ്രാന്ത് പോലോത്ത അന്ധത പോലോത്ത അള്ളാഹു വലിയ പരീക്ഷണങ്ങളായി നൽകുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാനും രക്ഷ കിട്ടാനുമൊക്കെ ഈ ഒരു ദിക്റ് ചൊല്ലൽ മതിയായതാണ് എന്ന് തിരു ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് തന്നെ പറയാണ്, ഫഇന്നല്ലാഹ അസ്സ വജല്ല യുആഫീക ബിദാലിക മിനൽ അമാ വൽ ജുനൂൻ വൽ ജുദാം വൽ ഫഖ്രി വൽ ഹറം. അതുപോലെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞൊരു വിഷയമാണ് പെടുന്നനെയുള്ള വാർദ്ധക്യത്തെ തൊട്ടും ഈ ഒരു ദിക്റ് കാവലാണ് എന്ന്. പെടുന്നനെയുള്ള വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ജനിച്ചുടനെ വയസ്സനായി തീരുക എന്നല്ല, മറിച്ച് ചില ആളുകൾക്ക് വളരെ വയസ്സ് കുറവാണെങ്കിലും അവരുടെ ശരീരം നോക്കിയാൽ, അവരുടെ മുഖവും അതുപോലെ തന്നെ അവരുടെ ശരീരഘടന നോക്കിയാൽ പെട്ടെന്ന് വാർദ്ധക്യം വന്നതുപോലെ തോന്നാറുണ്ട്. ടെൻഷൻ കാരണം, ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ കാരണമൊക്കെ അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ, അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടാനും, ശരീരത്തിന് ആരോഗ്യവും ആഫിയത്തും നിലനിന്ന് കിട്ടാനുമൊക്കെ ഈ ദിക്ർ അധികരിപ്പിക്കുക എന്നുള്ളത് വലിയ ഫലം ചെയ്യുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ജീവിതത്തിൽ ഒരുപാട് അധികരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം.